ഹലോ റസാന, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സാധാരണ എൻ്റെ വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അപൂർവമായിട്ടാണ് ചില മലയാളം മൂവീസിൻ്റെ ഒക്കെ റിവ്യൂ ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസും എൻ്റെ കുറച്ച് അഭിപ്രായം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോണ്ടല്ലോ ഇതിനെക്കുറിച്ചൊന്ന് റിയാക്ട് ചെയ്യുമെന്ന് തോന്നിപ്പോയി. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽബ് എന്ന് പറയുന്ന ഒരു മൂവിയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അതിൽ അഭിനയിച്ച നായകനും നായികയും അതുപോലെ കാർത്തിക് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷോർട്ട് ഫിലിമിലൂടെയൊക്കെ അറിയാവുന്ന ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, ഒരു ഡയറക്ടറാണ്. അദ്ദേഹമൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു വിത്ത് റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 പേര് വന്നിരുന്നിട്ട് ഒരു റോസ്റ്റിംഗ് ചെയ്യാൻ കേട്ടോ. ഈ ഒരു ടീമിനെ റോസ്റ്റിംഗ് ചെയ്യാണ്. അപ്പോൾ സത്യത്തിൽ റോസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെയധികം രസകരമായിട്ട് ഇരുന്ന് കാണുന്ന ഒരു കാര്യമാണ് അല്ലേ. സർക്കാസം എന്നൊക്കെ പറയും, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അട്ടർ ഇൻസൾട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രമാത്രം വന്നിരിക്കുന്ന ഒരു ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന അത്ര ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ആ നായകനെ കുറിച്ചിട്ട് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള മൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി നമ്മൾ കണ്ട അനശ്വര രാജിൻ്റെ കൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ മൂവിയെക്കുറിച്ചൊക്കെ പറയുന്നത് ആ മൂവി ഫ്ലോപ്പ് ആയതുകൊണ്ട് പിന്നെ മൈക്ക് കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പിന്നെയും കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഇവർ അതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. സലീം എന്നാണ് ആ വില്ലൻ്റെ പേര്. പക്ഷേ ഈ ഒരു അവർ പറഞ്ഞപ്പോഴാണ് ഇത് ആരാണെന്ന് ഞാൻ ചെക്ക് ചെയ്തത്. കാരണം എനിക്കറിയില്ല. പക്ഷെ നമുക്കറിയില്ലാത്ത ഒരാളെ കുറിച്ച് നമുക്ക് അവനാരും അറിയില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ അവൻ്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ വില്ലൻ ആയിട്ട് അഭിനയിച്ച ആ പയ്യൻ്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആൾ പ്രശസ്തനല്ലാതിരിക്കും. അപ്പോൾ അവിടെ നിരന്നിരിക്കുന്ന ഈ 4 വിഡ്ഢികളുണ്ടല്ലോ, അവനെ അറിയത്തേ ഇല്ല. അതുകൊണ്ട് ഇവരെ ആരും അറിയില്ല, ഇവനക്ക് ആരും ആടാന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ നിരന്നിരുന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് നിരന്നിരിക്കുന്ന ഈ 4 പേരുടെ പേര് എനിക്കറിയില്ല കേട്ടോ. അന്ന് വെച്ചിട്ട് ഇവരൊന്നും ആരും അറിയില്ല. പക്ഷേ ഞാനറിയാത്ത ഈ 4 വ്യക്തികളെ ചിലപ്പോൾ മറ്റു പലർക്കും ഒരുപാട് പരിചിതരായിരിക്കും. ഞാൻ ഇവരെ കണ്ടിരിക്കുന്നത്, ഇവരെ പേരറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ ഇവർ 4 പേരും വന്ന് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് എന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഓക്കെയാണ്. ഓരോരുത്തരെ കുറിച്ച് കുറ്റം പറഞ്ഞത് കാർത്തിക്കിനെ കുറിച്ച് നന്മമരം എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ പിന്നെയും കുഴപ്പമില്ല. പിന്നെ അബ്ദുസലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പയ്യനെ എവിടെ നിന്ന് കിട്ടി, അവൻ്റെ സ്കൂളിലെ ടീച്ചറുടെ സമ്മതം മേടിച്ചിട്ടാണ് സിനിമയിൽ അഭിനയിപ്പിച്ചത്. അതും കുഴപ്പമില്ല. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഹേർട്ടിംഗ് ആയിട്ട് തോന്നിയത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കുന്ന നായികയോടുള്ള ഒരു ചോദ്യമാണ്. അതിൽ അഭിനയിച്ച നായികയോട് ഒരുത്തൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ പേര്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു നേഹ. അപ്പോൾ സ്നേഹ? അപ്പോൾ ആ കുട്ടി പറയും അല്ല നേഹ. അല്ല എനിക്ക് സ്നേഹമാണ്. ഇതൊക്കെയാണോ റോസ്റ്റിംഗ്? അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം, എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഈ കുട്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്, അതുപോലെ യോഗാസനം ചെയ്യുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആസനം ഒന്ന് കാണിക്കുമെന്ന്. ഇതാണോ ഒരു റോസ്റ്റിംഗ്? ഒരു പെൺകുട്ടിയെ ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതാണോ റോസ്റ്റിംഗ്? ഇതിനെതിരെ ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ കുട്ടി മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. ഇങ്ങനെ ഒരു വളരെ മോശമായ രീതിയിലൊക്കെ റോസ്റ്റിംഗ് ചെയ്തിട്ടുള്ള ആ 4 പേരെ ഉണ്ടല്ലോ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും കൂടെ എയറിലാക്കിയിരിക്കുകയാണ്. എനിക്കറിയില്ലായിരുന്നു ഈ ഒരു ഇഷ്യൂ ഇത്രയും ഇതിൽ പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ പെട്ടെന്ന് ഒരു ചോദ്യം ഇങ്ങനെ വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം കാണണം, അവരുടെ റിയാക്ഷൻ എന്താണ് തിരിച്ച് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം നമുക്ക് നമ്മുടേതായുള്ളൊരു കൾച്ചർ ഉണ്ടാവുമല്ലോ, നമുക്കത് വിട്ടിട്ട് പുറത്തൊന്നും ഇവരുടെ കൾച്ചറിലോട്ട് താഴ്ന്നു വരാൻ പറ്റില്ലല്ലോ. വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. പല ചോദ്യങ്ങളും ഇൻസൾട്ടിങ് ആയിരുന്നു. അത് അവർ സഹിച്ച് അവിടെ ഇരുന്ന് അവർ എന്താ ചെയ്യുക, ഒരു പ്രൊമോഷൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു മൂവി ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ പ്രൊമോഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും, ഇന്ന ചാനലിൽ പ്രൊമോഷനുണ്ട്, അല്ലെങ്കിൽ ഇന്ന യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പ്രൊമോഷനുണ്ട്. ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ടല്ലോ, അവിടെയൊക്കെ പ്രൊമോഷന് വേണ്ടി പോകണമെന്ന് മുൻകൂട്ടിയെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് അതിൻ്റേതായുള്ള ഗുണങ്ങളുണ്ടാവും. അപ്പോൾ അതിലവർ പോയിട്ടില്ലെങ്കിൽ അതവർ ആക്ടിങ് കരിയറിനെ ബാധിക്കുന്ന രീതിയിലാവുന്ന പേടിച്ചിട്ട് എല്ലാവരും പ്രൊമോഷൻ. പക്ഷേ ഈ ഒരു പരിപാടിയിൽ അവർ പോവേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായം അത് തന്നെയായിരിക്കും. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇത്രമാത്രം ഇൻസൾട്ട് ചെയ്യുന്ന വ്യക്തികളെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. തൊഴുതുപോയി. കാരണം അത്രയും തരം താന്ന ചോദ്യങ്ങളും അവരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും എടുത്ത് കെട്ടിയാണ്. ഇനി അവർ എന്ത് വീഡിയോ ചെയ്താലും ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഒരു ഇതിലായിരിക്കും എല്ലാവരും അവരെ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയോട് ചോദിച്ച ഈ ചോദ്യം, ഇത്രയും വൃത്തികെട്ട ഒരു ചോദ്യം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പോലും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല.
വളരെ മോശമായി പോയി. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ചെയ്തത്. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഉണ്ടല്ലോ, സത്യത്തിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന എല്ലാവരും തന്നെ റിയാക്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ റോസ്റ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ റോസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും മോശമായുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക. ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഇത്തിരി കൂടെ കരിയർ ബെറ്റർ ആക്കണം വെച്ചാൽ ഇങ്ങനെ മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്തിട്ടല്ലല്ലോ നമ്മുടെ കരിയർ ബെറ്റർ ആക്കണം. ഇപ്പോൾ അർജുൻ എന്ന് പറഞ്ഞുള്ള ഒരു യൂട്യൂബർ ചെയ്തിട്ടുണ്ട് റോസ്റ്റിംഗ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും വലിയൊരു യൂട്യൂബർ. പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അത്ര ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നില്ല. കാരണം അദ്ദേഹം ഒരു ബാഡ് വേർഡും തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല അതിൽ. അദ്ദേഹം അവർ ചെയ്യുന്നതിൻ്റെ റിയാക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതുപോലത്തെ മോശം ചോദ്യങ്ങൾ ചോദിച്ചിട്ടോ ഇൻസൾട്ട് ചെയ്തിട്ടോ അല്ല. അത് നമുക്ക് ഇൻസൾട്ടിങ് എന്ന് പറയാൻ പറ്റില്ല. അതാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് റോസ്റ്റിങ്ങും ഇൻസൾട്ടിങ്ങും തമ്മിൽ ചെറിയ ഒരു അതിർ വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് ഇവർ ചെയ്തിരിക്കുന്നത് അമ്പേ ഇൻസൾട്ടിങ് ആണ്. ഇങ്ങനെ ഒരു വീഡിയോ കാണേണ്ടി വന്നതിൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. വിത്ത് റോസ്റ്റിംഗ് എന്നാണ് WIT റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ ഒരു വീഡിയോ കാണുന്നത്. ഇവർ മുമ്പ് ആരൊക്കെയോ ചെയ്തിട്ടുള്ള എനിക്കറിയില്ല. ഞാൻ കൽബ് എന്ന് പറഞ്ഞുള്ള ഈ മൂവിയുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പ്രൊമോഷൻസിൻ്റെ എല്ലാം കാണാറുണ്ട്. വാലിബനൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ മുമ്പ് മമ്മൂക്കയുടെ ഒരുവിധം എല്ലാം ഇത് കണ്ട്. അപ്പോൾ കൽബ് കാണാൻ ഞാൻ ഇപ്പോൾ ഇറങ്ങിയതാണ്. കൽബ് എന്ന് പറഞ്ഞപ്പോൾ കാണാനിരുന്നാണ് ഇതുപോലെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? നമിച്ചു പോയി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.